ഇന്ന് നമ്മൾ കുറച്ച് സപ്പോട്ട പൊട്ടിക്കാൻ പോവാട്ടോ. ചെറിയ മരമായതുകൊണ്ട് ഞാൻ കയറാറുണ്ട്, ആരും കാണാതെ. ചില സമയത്ത് ഈ കായകൾക്ക് പല വലിപ്പമാണ്, പക്ഷെ ഈ പ്രാവശ്യം എല്ലാത്തിനും നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കാൻ കയറിയത്. ഈ മരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വവ്വാലിലാണ് കിട്ടാറ്. പിന്നെ ചില സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കയറി പൊട്ടിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന സപ്പോർട്ടേനെക്കാട്ടിലും ഇരട്ടി വലുപ്പമാണ് കേട്ടോ കായകൾക്ക്. പിന്നെ ഭയങ്കര മധുരമാണ്. സാധാരണ ഒരു തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ, ഹൈബ്രിഡ് ഇനമൊന്നുമല്ല. എന്താണെന്നറിയില്ല, ഭയങ്കര മധുരമാണ്. ഈ മരത്തിന്റെ മുകളിലൂടെ KCBന്റെ ലൈൻ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് മരം പ്രൂവ് ചെയ്ത് തരും. പിന്നെ ഇതിന് 10 വർഷത്തോളം പ്രായമുണ്ട് കേട്ടോ. വലിയ മരമായി പോകേണ്ടതായിരുന്നു. ഈ മരം കൂടാതെ എനിക്ക് ബനാന സപ്പോട്ടയുടെ 2 തൈകളുണ്ട് കേട്ടോ. ഒന്ന് മണ്ണിലും ഒന്ന് ചട്ടിയിലുമാണ്. രണ്ടും കായ്ച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ സപ്പോട്ടയുടെ മധുരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഭയങ്കര മധുരമാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മധുരം ഈ സപ്പോട്ടയ്ക്കാണ്. പിന്നെ ഞാൻ കൊടുത്തവരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, കായ നിലത്ത് വീഴാതെ വേണം പറിച്ചെടുക്കാൻ. നിലത്ത് വീണാൽ ഇത് കേടായി പോവും. അങ്ങനെ നിലത്ത് വീഴാതെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് കായൊക്കെ നന്നായിട്ട് പഴുക്കുകയും ചെയ്യും, നല്ല മധുരവും ഉണ്ടാവും. നല്ല വലിപ്പം വെക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ വലിപ്പം നോക്കുന്നില്ല കേട്ടോ, ഇത് വിൽക്കാനാണ്. അതുകൊണ്ട് മൂത്തത് നോക്കി എല്ലാം പൊട്ടിക്കുകയാണ്. പിന്നെ ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ, എല്ലാം കൂടെ ഒരുമിച്ച് വലുതായി കിട്ടൂല. ഓരോന്നിനും ഓരോ പ്രായമായിരിക്കും. പിന്നെ നമുക്ക് ഓരോ കൊമ്പൊന്നും വലിപ്പമുള്ളതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് പൊട്ടിക്കാം. ഇത്രയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ മാർക്കറ്റിൽ വിറ്റു, കിലോയ്ക്ക് 40 രൂപ വെച്ച് കിട്ടി.